നമസ്കാരം. വട്ടമേശ വീണ്ടും. ചർച്ചാ വിഷയം സ്ത്രീകളും യുവാക്കളും തെരഞ്ഞെടുപ്പിൽ നിന്ന് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വളരെ ശക്തമായ ഈ വിഷയം വട്ടമേശ കൈകാര്യം ചെയ്യുകയാണ്. പങ്കെടുക്കുന്നത് പ്രൊഫസർ ജയപ്രകാശ്, കേരള സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ. ഇപ്പോൾ അദ്ദേഹം സർവകലാശാലയുടെ പൊളിറ്റിക്സ് വകുപ്പ് പ്രൊഫസറാണ്. കെ കുഞ്ഞിക്കണ്ണൻ, ജന്മഭൂമി റെസിഡൻറ്റ് എഡിറ്റർ. പി ജെയിംസ്, കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ. സോണിയ ജോർജ്, സെൽഫ് എംപ്ലോയിഡ് വിമൻ അസോസിയേഷൻ പ്രവർത്തക. ചർച്ച തുടരുകയാണ്. പ്രഭാഷ്, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ആർ ശങ്കർ ചിറയൻകീഴിലെ ലോക്സഭയിലേക്ക് മത്സരിക്കാനിരിക്കുമ്പോൾ കേന്ദ്രം ഹൈക്കമാൻഡ്, അന്നത്തെ ഹൈക്കമാൻഡ്, ശക്തമായ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന് അന്ന് 60-61 വയസ്സുണ്ട്. ആർ ശങ്കർ കേരളത്തിലെ എക്കാലത്തെയും കരുത്തനായ തലയെടുപ്പുള്ള നേതാവായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് അതിൻ്റെ നട്ടൽ വളയാത്ത നട്ടലാണ്, എന്ത് ചെയ്യാനാണെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് 36 വയസ്സുള്ള വയലാർ രവി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ആ നിലയിൽ ആ സീറ്റ് പിടിച്ചു വാങ്ങി. ഈ കടൽ കഴിവന്മാരെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം. ഇന്ന് 78 വയസ്സായ വയലാർ രവി ഇപ്പോഴും വിട്ടിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം രാജ്യസഭാ അംഗമാണ്. എ കെ ആന്റണി, അദ്ദേഹം രാജ്യസഭാ അംഗമായതിൻ്റെ പുറകെ എ കെ ആന്റണി ഇപ്പോൾ ഇതാ രാജ്യസഭ. ഇവരാരും എന്നാൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോ KSU പ്രസിഡന്റിനോ ഈ സീറ്റ് കൊടുത്തിട്ട് ഞാനങ്ങ് മാറി, ഇത്രയും കാലം ഞാൻ നിന്നതല്ലേ എന്നിവരാരും ഒരക്ഷരം പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഇവർ പിടിച്ചു വാങ്ങുകയായിരുന്നു സീറ്റ്. അതേസമയം ചോദ്യം ചെയ്യാൻ ചെറുപ്പക്കാർക്ക് ധൈര്യമില്ല. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അതേസമയം CPM ചെയ്തത് KN ബാലഗോപാൽ, TN സീമ, അതേപോലെ P രാജീവ്, ഇവർ സോമപ്രസാദ്, കെ രാഗേഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സോമപ്രസാദ്, കൊല്ലത്തെ ഒരു സാധാരണ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അവരെയൊക്കെയാണ് മാറി ഇവരെയൊക്കെ അയച്ചു. ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു പരിചയം. P രാജീവ് രാജ്യസഭയിൽ ഒരു പ്രധാനപ്പെട്ട അംഗമായി. ജെറ്റ്ലിയൊക്കെ അവസാനം യാത്രയിൽ പ്രസംഗിച്ചത് രാജീവ് പോകുന്നത് രാജ്യസഭയ്ക്കൊരു നഷ്ടമാണെന്നാണ് അരുൺ ജെറ്റ്ലി പ്രസംഗിച്ചത്. അപ്പോൾ ഇവർക്കൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഇവരുടെ യൗവനകാലം, പഠിക്കാനുള്ള ശേഷി. ഈ വയസ്സുകാലത്ത് രാജ്യസഭ ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഇവർ അവിടെ പോയിരുന്ന് ഉറങ്ങുകയല്ലാതെ എന്ത് ചെയ്യാനാ? ഇതിനെതിരെ ഇപ്പം യൂത്ത് കോൺഗ്രസ്സുകാർക്കോ KSUക്കാർക്കോ ഒന്നും ഇടാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും പറയാം, പക്ഷെ എന്തെങ്കിലുമൊക്കെ അല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, നമ്മൾക്കിപ്പം ഈ ഒരു മതി എന്ന് പറയുന്ന, ഇനഫ് ഈസ് ഇനഫ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തിലില്ല. അധികാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കിട്ടുന്നു അത്രത്തോളം അനുഭവിക്കാം എന്ന് പറയുന്നവരാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത്രയൊക്കെ ആയി, ഇനി ഞാൻ മാറി സംഘടനാ രംഗത്തേക്ക് വരാം. പണ്ടൊക്കെ ഇങ്ങനെ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പാർലമെൻ്റ് രംഗത്ത് നിന്ന് നിങ്ങൾ സംഘടനാ രംഗത്തേക്ക് പോകുക, സംഘടനാ രംഗത്ത് നിന്ന് കുറേ ആൾക്കാർ പാർലമെൻ്റ് രംഗത്തേക്ക് വരും. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സ് അതിനെക്കുറിച്ച് ചർച്ചയെങ്കിലും നടന്ന കുറേയൊക്കെ നടപ്പിലാക്കിയ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ അങ്ങനെയല്ല. കയറിയിരിക്കുന്ന ആൾ പറയുന്നത്, ഞാനിനി ഈ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ 35 വർഷം ഞാൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു, ഇനി ഞാൻ നിന്നാലേ ഇവിടെ ഈ മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റൂ. അപ്പോൾ ജയസാധ്യതയെന്ന് തുടക്കത്തിൽ പറഞ്ഞതിനെ കൊണ്ടുവന്നിട്ട് ഞാൻ മാത്രം നിന്നാലേ ജയിക്കുമെന്ന് പറയുകയും എന്നിട്ട് ആ മണ്ഡലത്തിനെ പാമ്പർ ചെയ്യുക, പരമാവധി കൊടുക്കുക. ഇപ്പോൾ 50 വർഷം നമ്മളിവിടെ കേരളത്തിൽ ആഘോഷിച്ചില്ല ഒരു നേതാവിൻ്റെ 50 വർഷത്തെ എന്താ പറയുക നിയമസഭാ സംഗതി. അത് എനിക്ക് തോന്നുന്നത് അത് ആഘോഷിക്കേണ്ടതാണോ അതോ അത് വേണ്ടെന്ന്. അപ്പം അവിടെ പരമാവധി എല്ലാം ചെയ്യുക. മാത്രമല്ല, അവിടെ നിന്ന് ആ മണ്ഡലത്തിൽ നിന്ന് വേറൊരു നേതാവിനെ വളർത്തുവാൻ ഈ പറഞ്ഞ ആൾക്കാർ സമ്മതിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലായാലും ശരി, ചെറുപ്പക്കാരുടെ കാര്യത്തിലായാലും ശരി, അവർക്കൊരു മൊബിലൈസേഷനിൽ സ്പേസ് കൊടുക്കുന്നുണ്ട്. കാര്യം അവർ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വരണം. അത് ചെറുപ്പക്കാർ ഇപ്പോൾ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സമരം നോക്കിക്കഴിഞ്ഞാലും മൊത്തം സംഘടിപ്പിക്കുന്നത് ചെറുപ്പക്കാരാണ്. ആരും ഈ പ്രായമായവരെല്ലാം മുമ്പിൽ അങ്ങനെ 2-3 പേര് ഇല്ല കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നതെങ്കിൽ അല്ലാതെ മൊത്തം സംഘടിപ്പിക്കുന്നത് ആ മൊബിലൈസേഷണൽ സ്പേസ് മൊത്തം ചെറുപ്പക്കാരാണ് പറയുന്നത്. നിങ്ങൾ നമ്മൾ പറയുന്നവർക്ക്, പണ്ട് കാരണവന്മാർ പറയുന്നവർക്ക്, നിങ്ങൾ പോയി ചിലവിന് അന്വേഷിച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കാമെന്ന് പറയുന്നവർക്ക് നിങ്ങൾ പോയി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വരിക, സമരം നടത്തുക, ചിലപ്പോൾ അടികൊള്ളുന്നെങ്കിൽ അടികൊള്ളുക, പിന്നെ നമ്മൾ അടികൊണ്ടതിന് ശേഷം ബാക്കിയെല്ലാം ഞാൻ ഏറ്റു എന്ന് പറയുക, കേസിന് ജാമ്യം എടുക്കാൻ പോകുക എന്ന് പറയുന്നത്. അപ്പോൾ ആ മൊബിലൈസേഷൻ സ്പേസ്, അതാണ് ഇവിടെ സോണിയ പറയുണ്ടായി ഡെവലപ്മെൻ്റൽ എൻ്റെ കാര്യം. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ അവിടെ ജനങ്ങൾ മൊബിലൈസ് ചെയ്യുകയാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങളെ മൊബിലൈസ് ചെയ്ത്, ഇവിടെ ചെറുപ്പക്കാർ ജനങ്ങളെ മൊബിലൈസ് ചെയ്യുന്ന ആ മൊബിലൈസേഷൻ കൊണ്ടുവന്നിട്ട്, പക്ഷേ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ആ പവറിൻ്റെ സ്പേസ് വരുമ്പോഴത്തേക്കും അത് കുറേ ആൾക്കാർ മാത്രം വയ്ക്കുകയും, ഇത് പണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു അയൺ ലാ ഓഫ് ഓളിഗാർക്കി എന്നൊക്കെ പണ്ട് പല ആൾക്കാർ എലീറ്റ് തിയറിയൊക്കെ അവർ പറഞ്ഞതാണ്. അധികാരം ഇങ്ങനെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ, അധികാരം ഒരിക്കലും താഴോട്ട് വരത്തില്ല. അത് അധികാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അധികാരം കിട്ടും തോറും നമുക്ക് കൂടുതൽ വേണമെന്ന് തോന്നുകയും
ആ ഒരു സംഗതി അവിടെയാണ് ചെറുപ്പക്കാരൊക്കെ തള്ളിപ്പോകുന്നത്. കാര്യം അവർക്ക് പിടിച്ചു പറ്റണമെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പല ആൾക്കാരും പിടിച്ചു പറ്റിയതാണോ കൊടുത്തതാണോ എന്നുള്ളൊരു ഒരു ഇതുണ്ട്. ഇപ്പം നമ്മളെ പല നേതാക്കളെയും അന്ന് മുകളിലുണ്ടായിരുന്ന ഇപ്പോൾ ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് അദ്ദേഹം ഒരുപാട് ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരെ പിടിച്ചെടുക്കുന്നതിലുപരി അദ്ദേഹം കൊണ്ടുവന്ന പല ചെറുപ്പക്കാരും ഈ പോളിറ്റ് ബ്യൂറോയിലൊക്കെ എത്തുകയും പക്ഷേ അവരിന് ശേഷം ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്ര പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയം. കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കാര്യത്തിലും എല്ലാത്തിൻ്റെയും കാര്യത്തിലും ആന്റണിയേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ടുള്ളത് കെ കരുണാകരനാണ്. അപ്പോൾ കരുണാകരൻ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഈ പറഞ്ഞ പല കരുണാകരനെ ഈ തിന്മയുടെയും എല്ലാ അരുതുകളുടെയും വക്താവായിട്ട് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നത് കെ കരുണാകരനാണ്, പന്തളം സുധാകരനെ കൊണ്ടുവന്നത് കെ കരുണാകരൻ, ഈ കാർത്തികനെ കൊണ്ടുവന്നത് കെ അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഈ പലപ്പോഴും ഗ്രൂപ്പായിരിക്കും. സാഹചര്യങ്ങളാണല്ലോ അതിൽ ഇതുള്ളത്. കെ കരുണാകരനെതിരെയാണ് മറുപക്ഷത്ത് AK ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ നിര യുവാക്കൾ വരുന്നത്. അപ്പോൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ കെ കരുണാകരന് ഏറ്റവും ഇതായിട്ടുള്ളത് ഇവിടെ അങ്ങനെ ഒരു യുവനിരയില്ലായിരുന്നു. ആ സമയത്താണ് കാർത്തികേയനും രമേശ് ചെന്നിത്തലയും പന്തളം സുധാകരൻ തുടങ്ങിയിട്ട് ഒരു നിരയെ മുഴുവൻ മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് അവർ ചെറുപ്പക്കാരാണെന്നാണ് അവർ അവകാശപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം അവർക്ക് താഴെ ഒരു നിരയെ വളർത്തേണ്ട സാഹചര്യം അവർക്ക് ഉണ്ടായില്ല, വെല്ലുവിളി ഉണ്ടായില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചെറുപ്പക്കാരുടെ അങ്ങനെ ഒരു ഫൈറ്റിംഗ് മൂഡുള്ള ആൾക്കാർ കടന്നു വരുന്നില്ല. എല്ലാ ആൾക്കാരും ഈ ഓരോരുത്തരുടെ തണലിൽ, ഇപ്പോൾ ആന്റണിയുടെ തണലിൽ, കരുണാകരൻ്റെ തണലിൽ, അതിന് പകരം സ്വന്തമായി ഒരു സ്പേസ് ഉണ്ടാക്കാനും സംഘടനയിൽ പ്രബലരാവാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ. പിന്നെ ഈ പ്രായത്തിൻ്റെ പരിമിതി അത് എന്ന് പറഞ്ഞാൽ സ്വയം നിശ്ചയിക്കേണ്ടതാണ്. ഇപ്പം പാർട്ടികൾ നിശ്ചയിക്കണം ഇത്ര വയസ്സിന് ശേഷം, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അതൊരു വളരെ നിർബന്ധമായിട്ട് അതൊരു ചെയ്യേണ്ട ഇതാണ്. ഇപ്പം എനിക്ക് അറിയാം, നാനാജി ദേശ്മുഖ് എന്ന് പറഞ്ഞിട്ട് ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ടായി. അദ്ദേഹം ഒരു 77 അദ്ദേഹം മൊറാർജി ദേശായിയുടെ അടുത്ത ആളായിട്ട് ലോക സംഘർഷ സമിതിയുടെ JPയുടെ ഒക്കെ പിന്നെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം തീരുമാനിച്ചു 60 വയസ്സ് കഴിഞ്ഞാൽ രാഷ്ട്രീയം മതിയാക്കണം. അതിന് ഉദാഹരണം മാതൃകയായത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയം 60 വയസ്സ് തികയുന്ന ദിവസം രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഉത്തർപ്രദേശിലെ ഗോണ്ഡ ജില്ല ദത്തെടുത്ത് അവിടുത്തെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് സോഷ്യൽ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം സ്വയം വിരമിച്ചു. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 70 വയസ്സ് കഴിഞ്ഞ് ആകെ ഇളവ് നൽകിയിട്ടുള്ളത് നജ്മക്ക് മാത്രമാണ്. 70 വയസ്സ് തികഞ്ഞ കടന്ന ആൾക്കാരെ മന്ത്രിയാക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ NDA തീരുമാനിച്ചു. അത് ആ തീരുമാനത്തിലാണ് മുരളി മനോഹർ ജോഷിയും അദ്വാനിയും ഒക്കെ തിരിച്ചുപോകാം. അവരെ ഒഴിവാക്കാൻ വേണ്ടി അവരൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം, ഇപ്പം RSSൻ്റെ ഒരു തീരുമാനം, ഇപ്പം പൊതുവെ അറിയാത്തൊരു കാര്യം എന്നുള്ള രീതിയിലാണ് ഞാനത് പറയുന്നത്. 70 വയസ്സ് തികയുന്ന ആൾക്കാരെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റാൻ വേണ്ടി RSS തീരുമാനിച്ചു. 70 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് മാത്രമേ പദവികൾ നൽകൂ എന്ന് തീരുമാനിച്ചു. രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ഒരു വയസ്സ് 80 ആണെങ്കിൽ 80 നിശ്ചയിച്ചാൽ 93 വരെ പോകേണ്ട കാര്യമില്ലല്ലോ. 80 ആയാൽ മനുഷ്യന്റെ എഫിഷ്യൻസി ഇല്ല. അതാ പറഞ്ഞത്. നമുക്കറിയാമല്ലോ 80 വയസ്സുകാർക്ക് ഒരു MLA എന്തുമാത്രം പണിയെടുക്കണം. മന്ത്രിയുടെ കാര്യം പോട്ടെ, മന്ത്രി എന്ന് പറയുന്ന ചിലർക്കാരാണ്. ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ എത്ര മണിക്കൂർ അധ്വാനിക്കണം, രാത്രിയും പകലും എത്ര ഫയൽ നോക്കണം, എത്ര മീറ്റിംഗ് നടത്തണം. നമുക്ക് സ്വയം കൂടി ബയോളജിക്കലി ഇമ്പോസിബിൾ. എനിക്ക് തോന്നുന്ന കാര്യം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു നിയമം കൊണ്ടുവരണം. ഇപ്പോൾ ഇത് ജയിക്കാൻ ഞാനുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയുന്നിടത്താണല്ലോ ഈ പ്രശ്നം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 തവണയിൽ കൂടുതൽ മത്സരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ ചോദിക്കുന്നത് എത്ര കോടി 130-140 കോടി ജനങ്ങളുണ്ട് ഇവിടെ. എല്ലാം കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഇവരൊന്നും ഇന്ന ആളുണ്ടെങ്കിൽ ഇതൊന്നുമില്ല. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. 2 തവണ അല്ലെങ്കിൽ മാക്സിമം 3 തവണ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ജനപ്രതിനിധി ആയാൽ, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ മാറി നിൽക്കണം. നിങ്ങൾ പിന്നെ മത്സരിക്കാൻ പാടില്ല എന്ന് നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാർക്ക് ചാൻസ് കിട്ടും, സ്ത്രീകൾക്ക് ചാൻസ് കിട്ടും. ഇനി സ്ത്രീകളും ചെറുപ്പക്കാരും മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പുതുമുഖങ്ങൾ എന്നുള്ളതുണ്ട്. ഈ മറ്റെന്താ പറയുക, കുറേ പേര് അധികാരം അടക്കി വെച്ചിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ചവിട്ടി താഴ്ത്തി മിടുക്കരായിട്ടുള്ള ഒരുപാട് പേര്, ചിലപ്പോൾ അവൻ 60-ാം വയസ്സിലായിരിക്കും ഒരു ചാൻസ് കിട്ടുന്നത്. VS അച്യുതാനന്ദൻ എത്രാമത്തെ വയസ്സിലാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വരുന്നത്? 75-ാമത്തെ വയസ്സിലൊക്കെയാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രായത്തിന് ഇതിലല്ല കാണുന്നത്. അദ്ദേഹം 75-ാമത്തെ വയസ്സിലാണ് വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പുതുമുഖം എന്നുള്ള ആള് പ്രായം വലുതായിട്ടില്ല. ഈ പുതുമുഖം എന്നുള്ളൊരു പോയിന്റും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. പല മണ്ഡലങ്ങളിലും യുവാക്കളല്ലാത്ത 50 വയസ്സിലൊക്കെ വരുന്ന ആൾക്കാർ അവർക്ക് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അല്ല, എനിക്ക്
കുഞ്ഞക്കണ്ണ മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാരണം ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ഒരു രാഷ്ട്രീയം എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് യുവതലമുറ ഒരു നേതൃത്വ നിരയിലേക്ക്, ഇന്നത്തെ നേതൃത്വ നിര കാണുന്ന നേതൃത്വ നിരയിലേക്ക് വരുന്നില്ല? കാലം മാറി. ഒരു 60കളുടെയും 70കളുടെയും 80കളുടെയും രാഷ്ട്രീയമല്ല ഇന്ന്, ഒരു പൊതു ബോധമല്ല ഇന്ന്. എന്താണ്, നിലനിൽപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ മാറി, ടെക്നോളജി വികസിച്ചു, ധാരാളം മീഡിയ അതനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടായി. പക്ഷെ ഈ ഒരു മാറ്റങ്ങൾക്ക് അനുസൃതമായി രാഷ്ട്രീയത്തെ ഒന്ന് റീഫ്രെയിം ചെയ്യാനുള്ള ഒരു ബോധം എങ്ങൊന്നും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഉയർത്തുന്ന പല പ്രശ്നങ്ങളും യുവാക്കൾക്കോ സ്ത്രീകൾക്കോ യുവതികൾക്കോ ഒന്നും പ്രസക്തമായി പലപ്പോഴും തോന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയും ഈ രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതൊരു മുഖ്യധാര നിലപാടിനോട് ശക്തമായി എതിർക്കുന്ന പല പൊസിഷൻസും സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല? അത് ഗൗരവമായിട്ട് എടുക്കുമ്പോൾ മാത്രമേ ഇന്നത്തെ യുവതലമുറയുടെ സാങ്കത്യം എന്താണെന്ന് ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. അത് ചിന്തിക്കാതെ എങ്ങനെയാണ് അവർക്ക് ഇടിച്ചു കയറി ഈ ഒരു നേതൃത്വ നിരയിലേക്ക്? അവർക്കൊരു സ്പേസ് ഇല്ല. അങ്ങനെ നോക്കുമ്പം ആ ഒരു രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഇവിടെ നിൽക്കാനൊരു സ്പേസ് ഉണ്ടാവുന്നില്ല. ഇത് മലയാളിയുടെ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും മൂടി വെച്ച് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം ഇതിലൊക്കെ നിൽക്കുമ്പോൾ ഇതൊന്നും പറയണ്ട, പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ പച്ചയായിട്ട് ഇതൊക്കെ അങ്ങ് തുറന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മലയാളി ഇതുവരെ കൊണ്ടു നടന്ന ചില കാര്യങ്ങളൊക്കെ പുറത്ത് പറയാം, ബാക്കിയുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞാലും അത് അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ പച്ചയായി കാര്യങ്ങൾ തുറന്നു പറയുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളെ കുറിച്ചായാലും മന്ത്രിമാരെ കുറിച്ചായാലും സെലിബ്രിറ്റികളെ കുറിച്ച് പറഞ്ഞാലും മീഡിയയൊക്കെ മുഖ്യധാര മീഡിയ തന്നെ അവരെക്കുറിച്ച് നമ്മൾ കൊടുത്താൽ പത്രം ഏതെങ്കിലും ഒരു വാർത്ത മൂടി വെക്കാൻ പത്രങ്ങൾ ശ്രമിച്ചാല് അതൊക്കെ സോഷ്യൽ മീഡിയ വഴി പുറത്തു വരും. അല്ല, ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടിയല്ല, നടനാണ് മോഹൻലാൽ. മോഹൻലാൽ ഇവിടെ മറ്റേ നാഷണൽ ഗെയിംസിന് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് മുഖ്യധാര ചാനലുകളും പത്രങ്ങളും മുഴുവൻ നല്ല പ്രോഗ്രാം എന്ന് പറഞ്ഞ കൊടുത്തത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പിറ്റേ ദിവസം വന്നപ്പോൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലും അതിനെ അങ്ങ് വിമർശിച്ചുകൊണ്ട് ഭീകരമായ പ്രളയം. കാരണം അത് കണ്ടിരുന്ന ചെറുപ്പക്കാർ മുഴുവൻ അതിനെതിരെ പൊട്ടിത്തെറിച്ചു. മോഹൻലാലിനെ പോലെ ആദരിക്കപ്പെടുന്നൊരു വ്യക്തിത്വമായിട്ട് കൂടി അദ്ദേഹം ചെയ്ത പരിപാടി മോശമായി പോയി എന്നും പറഞ്ഞ് ഭയങ്കര ഉടനെ പിന്നീട് പിറ്റേ ദിവസം ഇത് നല്ലതാണെന്ന് പറഞ്ഞ ചാനലുകൾക്ക് അത് ഏറ്റെടുക്കേണ്ടി വന്നു, പത്രങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു, മോഹൻലാൽ പൈസ തിരിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് ഒരു വലിയ ഇതായിട്ട് മാറി. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു വ്യക്തികളിൽ നിന്ന് നോക്കിയുള്ളതില്ല. തെറ്റ് കണ്ടാൽ അതങ്ങ് തുറന്നങ്ങ് എഴുതും. അത് നല്ലൊരു പ്രവണതയാണെന്നാണ് എൻ്റെ അഭിപ്രായം. സോഷ്യൽ മീഡിയയിൽ ഒരു പരിധിവരെ ഈ ജനാധിപത്യം കുറച്ചും കൂടിയും തുറന്ന് കാര്യങ്ങൾ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയത് അത് രാഷ്ട്രീയ പാർട്ടികളും സുതാര്യമായിട്ട് കണക്കിലെടുക്കേണ്ടതാണ്. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ഈ അധികാരത്തിൻ്റെ കാര്യമേ, അധികാരം ആരും വിട്ടുകൊടുക്കത്തില്ല. അതാണ് ഈ പ്രശ്നം. പ്രത്യേകിച്ച് ഈ പ്രായമാകും തോറും അധികാരത്തോടുള്ള താല്പര്യവും അഭിനിവേശവും വളരെ കൂടുകയും ചെയ്യും. ഇപ്പം 67-ലെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് EMS നമ്പൂതിരിപ്പാട്. ആ ഗവൺമെന്റിന് ശേഷം അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചു, ഞാൻ ഇനി പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് ആ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം തിരിച്ച് പാർട്ടി പ്രവർത്തനത്തിന് പോയി. അദ്ദേഹം നല്ല പ്രഗത്ഭനായ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയായി പാർട്ടിയെയും കേരളത്തിലെ പാർട്ടിയെ നന്നായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു, വിജയങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം ഞാൻ തിരിച്ചു വരുന്നത്, അതേസമയമാണ് നമ്മൾ 93 വയസ്സുള്ള VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്നത്. അത് ഞാനൊരു ഉദാഹരണമായിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഒരു സ്തുത്യർഹമായ ഒരു സേവനത്തിന് ശേഷം ഞാനിതാ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആദരവ് എന്ത് ഭയങ്കരമായിരിക്കും, എന്ത് വലുതായിരിക്കും. ആ ഒരു നിലയിലല്ലേ രാഷ്ട്രീയ നേതാക്കന്മാർ. പക്ഷേ അതിൽ അച്യുതമേനോനും അത് ചെയ്തിട്ടുണ്ട്. അതെ, അച്യുതമേനോൻ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് സ്ഥാനമൊഴിഞ്ഞു. അദ്ദേഹം തൃശ്ശൂരിൽ വീട്ടിൽ അവിടെ പോയി താമസിച്ചു. ജേക്കബ്, ഒരു കാര്യം കൂടി ഉണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ട് ട്രെയിൻ കയറി പോകുമ്പോഴേ ഒരു പഴയ ട്രങ്ക് പെട്ടിയും ഒരു കൂട്ടം 2 ജോഡി ഡ്രസ്സും കുറച്ച് പുസ്തകങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. ബാങ്ക് ബാലൻസ് പോലും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രി ഒന്നും നമുക്ക് സ്വപ്നം കാണാൻ ഇപ്പൊ പറ്റത്തില്ല. മന്ത്രിസ്ഥാനമൊക്കെ ഒഴിഞ്ഞ ആൾക്കാർ ആംബുലൻസിലല്ലേ കാശൊക്കെ കൊണ്ടുപോകുന്നത്. പറയുമ്പോഴാ അതിപ്പോ നമ്മൾ കാണാൻ പോകുന്ന സവിശേഷത, ഈ തെരഞ്ഞെടുപ്പിൽ പലരും ആംബുലൻസ് പ്രചരണം നടത്തുന്നത് കാണാം. പൊളിറ്റിക്കൽ ജെയിംസ് പറഞ്ഞ ഒരു പോയിന്റ് നമ്മളത് ചർച്ച ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി എത്ര ടേം, 2 ടേം അല്ലെങ്കിൽ 3 ടേം എത്രയാണെന്ന് ഞാൻ നിശ്ചയിക്കുന്നു നിയമം മൂലം. പക്ഷേ ഇത് കഴിയുമായിരുന്നത് നെഹ്റുവിനാണ്. നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ആണ് അദ്ദേഹത്തിന് പറയാമായിരുന്നു 2 ടേം അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തിട്ട് ഒരു മാതൃക കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം വേറെ രീതിയിൽ പോകുമായിരുന്നു. അത് വേണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം വോളണ്ടറി ആയിട്ട് ഞാൻ ഒഴിവാകുന്നു, ഞാൻ മാറുന്നു എന്ന് പറയാമായിരുന്നു. അതല്ലെങ്കിൽ നിയമം തന്നെ കൊണ്ടുവരാമായിരുന്നു.
ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പാസ്സാക്കുന്നത് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണല്ലോ പിന്നെ ഇത് വരുന്നത്. ആദ്യത്തെ മന്ത്രി പക്ഷേ ആദ്യത്തെ ഈ ആൾക്കാർ ജവഹർലാൽ നെഹ്റു ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. അല്ല, അത് ആവശ്യമാണെന്ന് ആവശ്യമായിരുന്നു. നമ്മളുടെ തോന്നലാണ്. അത് അദ്ദേഹത്തിന്റെ നമ്മളുടെ തോന്നലാണ്. പ്രഭാഷണം രാഷ്ട്രീയ പറയുന്നത് പാർട്ടിയുടെ തോന്നലാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തൊരു അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമായിരുന്നു. ഒന്നുകിൽ അതേ ഒരു മാതൃക കാണിക്കണമായിരുന്നു. കാര്യം എപ്പോഴും ഈ തുടക്കക്കാർ കാണിക്കുന്ന രീതിയിലായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആളിൻ്റെ ഒരു പ്രത്യേകത അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അദ്ദേഹം ഒന്നുകിൽ ധാർമ്മികമായി ഞാൻ ഇനി ഇല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുകയും ജിന്നയെ പ്രധാനമന്ത്രിയാക്കാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടാവില്ലായിരുന്നു. ഇന്ത്യയെ വിഭജിച്ചിട്ട് അതിലെ ഒരു കഷ്ണത്തിന്റെ നേതാവായിട്ട് എനിക്കിരിക്കണം എന്നുള്ളൊരു മനോഭാവം എന്നുള്ളത് അത് നമ്മൾ വിട്ടാൽ പോലും ഇത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു 2 ടേം കഴിയുന്നു ഞാൻ ഇനി ഇല്ല എന്ന്. അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒരു പക്ഷേ പരിഹാരം. അമേരിക്ക പറഞ്ഞ പോലെ റഷ്യയുടെ ഇത് നോക്കിയ റഷ്യയിൽ പ്രസിഡന്റായിട്ട് 2 തവണ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മറ്റേ പുടിൻ എന്താ ചെയ്ത് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ട് വീണ്ടും വരാം. പക്ഷേ തുടർച്ചയായിട്ട് 2 തവണയെ പറ്റുള്ളൂ. ഈ സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒക്കെ കാര്യം പറഞ്ഞു. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 5 വർഷം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻ വരും എന്നറിയാം. ഈ ഒരു അടുത്ത ആ ഒരു 5 വർഷം കൊണ്ട് അടുത്ത 5 വർഷത്തേക്ക് നമ്മളെ ഭരിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം നേരെ വികസിപ്പിച്ചെടുക്കാൻ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല കേരളത്തിൽ? അതാണ് പ്രശ്നം. അതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പം കടമെടുത്ത സിനിമാ താരങ്ങളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ കേരളത്തിൽ ആവശ്യത്തിന് സ്ത്രീകളല്ലേ. ഇപ്പോൾ ഉദാഹരണം KPSC ലളിതയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് വിയോജിപ്പും ഒക്കെ പറയുന്നു. പക്ഷേ കേരളത്തിൽ പാർട്ടികളുടെയൊക്കെ ബാനറിൽ അവരുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെ എന്തുകൊണ്ട് ഈ ഒരു 5 വർഷത്തെ തയ്യാറെടുപ്പിലൂടെ ഒരു നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായി ശ്രമിക്കുന്നില്ല? അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വീണ്ടും തഴയപ്പെടും. സ്ത്രീകളെ വേണമെന്നുള്ളത് കൊണ്ട് വേറെ കുറെ പേരൊക്കെ കൊണ്ടുവരും. വീണ്ടും ഒരു നേരത്തെ പറഞ്ഞൊരു ഫയർ ബ്രാൻഡ് ആരാണ് ഒരു നല്ല നേതൃത്വം? ഗൗരിയമ്മയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ സുശീല ഗോപാലിന് ശേഷമോ കേരളത്തിൽ അത്തരം ഒരു ഫയർ ബ്രാൻഡ് ഉണ്ടാകുന്നില്ലേ എന്നുള്ള ചോദ്യം വീണ്ടും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ഫയർ ബ്രാൻഡുകളുണ്ട്. അവരെ ഒന്നും ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനൊക്കെ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവം നടക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ഒരു പ്രദേശത്തെ ഒരു MLA അല്ലെങ്കിൽ ജനപ്രതി ആയിരിക്കേണ്ടത് ആ പ്രദേശത്ത് നിന്ന് നേരത്തെ സോണിയെ ചൂണ്ടിക്കാട്ടിയതിന് ആ പ്രദേശത്ത് നിന്ന് ഇവോൾവ് ചെയ്തു വരുന്ന അവിടുത്തെ ജനങ്ങളുടെ സമരങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് പരിചയപ്പെടുന്ന ആളായിരിക്കണം. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ കുറവല്ലേ? വനിതകളാണെങ്കിലും യുവാക്കളാണെങ്കിലും മിഡിൽ ഏജ്ഡ് ആൾക്കാരാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ കുറവായിട്ടല്ലേ പലയിടത്തും. ഇതിലെ CPM-നാണെങ്കിലും ആ പ്രതിസന്ധിയുണ്ട്. ഇപ്പം മുസ്ലിം ലീഗ് ഉദാഹരണത്തിന്, മുസ്ലിം ലീഗിലെ പ്രായമായവരെങ്ങനെ നിരന്നു നിൽക്കുകയാണ് കൂടുതലും. ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. സ്ത്രീകൾ ആ കൂട്ടത്തിൽ ഇല്ല. ഒരൊറ്റ സ്ത്രീയെ പോലും അവരുടെ ആദ്യത്തെ ലിസ്റ്റിൽ എടുത്തിട്ടില്ല. ഇനിയും ഉണ്ടാവാനും പോകുന്നില്ല. കാരണം സ്ത്രീകളെ അങ്ങനെ എടുക്കുന്നതിനോട് ഒന്നാമത് സാമുദായികമായിട്ട് ലീഗിന്റെ നേതൃത്വത്തിന് പ്രയാസമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ കാണാതെ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് സ്ത്രീകളുടെ എംപവർമെന്റ് ശാക്തീകരണം എന്ന് പറയുന്നത് ഒരു ജില്ലയിലും സംഭവിക്കാത്ത വിധം കോളേജുകളുടെയും സ്കൂളുകളുടെയും റാങ്ക് ലിസ്റ്റ് അടക്കം ഉയർന്ന മാർക്ക് നോക്കിയാൽ മുസ്ലിം പെൺകുട്ടികളാണ് കയറി വരുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ മലപ്പുറത്ത് വലിയ രീതിയിലുള്ള വികസനം നടക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വലിയ രീതിയിൽ അവർ സ്വാതന്ത്ര്യം സമൂഹത്തിൽ ഇത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ ഈ മുസ്ലിം ലീഗ് പോലുള്ള കക്ഷികൾ അവരെ കടന്നു വരാൻ അനുവദിക്കുന്നില്ല. ഇത് അപകടകരമായിട്ടുള്ളതാണ്. കാരണം മുസ്ലിം ലീഗ് വനിതകളുടെ വേറൊരു തരത്തിലുള്ള മൂവ്മെന്റ് അതിലുണ്ടാവും. കാരണം അവർക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. മലപ്പുറം ജില്ല ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല എന്നുള്ളൊരു പേര് ഇപ്പം ചില കേരളത്തിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതാണ്ട് 60 ലക്ഷം ആണെന്നാണ് പറയുന്നത്. അത് 24 ലക്ഷവും മലപ്പുറം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 6 ലക്ഷമേ ഉള്ളൂ. മെട്രോ നഗരം കൊച്ചിയിൽ 8 ലക്ഷം മാത്രമേ ഉള്ളൂ. അവിടെ 24 ലക്ഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ അറിയാനും ആശയവിനിമയം നടത്താനും അവിടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ. പക്ഷേ ലീഗിൻ്റെ പ്രത്യേകത, ലീഗിൻ്റെ ഒരു നേതൃത്വം അത്ര വയസ്സുള്ള നേതൃത്വമൊന്നുമല്ല, പക്ഷേ ഒരു മോഡേൺ നേതൃത്വമാണ്. അതേസമയം അവരുടെ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം, യൂത്ത് ലീഗ്, MSF അവരുടെ നേതാക്കന്മാർ മിടുക്കന്മാർ പിള്ളേരാ. വളരെ വ്യത്യാസം. പഴയ ആന്റണിയുടെയൊക്കെ KSU യൂത്ത് കോൺഗ്രസ് കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വീറും വാശിയും ശക്തിയും തീഷ്ണതയുമുള്ള നേതൃത്വമാണ് അവർക്കുള്ളത്. പക്ഷേ അവർക്ക് പോലും ഈ നേതൃത്വത്തിന് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അതാണ് അവരെ ഉൾക്കൊള്ളാൻ ഇവർക്ക് വയസ്സ നേതൃത്വത്തിനും പ്രയാസമുണ്ട്.
അങ്ങനെ ഒരു സങ്കീർണമായ അവസ്ഥയിൽ കൂടിയാണ് ലീഗ് കടന്നത്. ഏതായാലും ജെയിംസ് പറഞ്ഞ ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് അത് കടന്നു ചെല്ലാം. അതെങ്ങനെയെങ്കിലും ഇത് ഇവിടെ ഈ ചെറുപ്പക്കാരെയും പിന്നെ സ്ത്രീകളെയും പാടെ അവഗണിച്ചുകൊണ്ട് ഒരു പാർട്ടി ഇനി അങ്ങോട്ട് ഒരു- ലീഗിനടക്കം പറ്റത്തില്ല. കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരായിട്ട് മാറിയിരിക്കുന്നവർ. അല്ല, അതിൻ്റെ കൂടെ തന്നെ ഇപ്പം സാറ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് എന്തുകൊണ്ട് ഇവർ നേതൃത്വം ഈ പറഞ്ഞതുപോലെ ജാതി, മതം, സമുദായം ഇതൊക്കെ നേതൃത്വത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ആര് വന്നാലും ഈ ജാതിയും മതവും ഒക്കെ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട് അവരുടെ ഒരു മുൻപോട്ടുള്ള പോക്കിനെ. അത് ഇപ്പം നമ്മൾ നേരത്തെ പരിശോധിച്ചാൽ ദളിതരുടെ നേതൃത്വം, ആദിവാസികളുടെ നേതൃത്വം, അങ്ങനെയുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ നേതൃത്വം എത്രമാത്രം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നു. അവരെ മനഃപൂർവ്വമായ ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും ശ്രമം നടത്തുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ കഴിവ് തെളിയിക്കുന്ന പലരും ഇപ്പം അവരുടെ തന്നെ ഭാഗമായി പലതരത്തിലുള്ള സ്വതന്ത്ര ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം യുവജനങ്ങളുടെ തന്നെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിഭിന്നമായി പല സ്വതന്ത്ര ഗ്രൂപ്പുകൾ, അത് ദളിത് ഗ്രൂപ്പുകളാകാം, മുസ്ലിം ഗ്രൂപ്പുകളാകാം, അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ അത്തരം ഒരു ഗ്രൂപ്പുകൾ വളർന്നു വരുന്നു? അതാരെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കുന്നുണ്ട്? ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് അവർ വളർന്നു വരുന്നു, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇത് കുറഞ്ഞുകൊണ്ട് ഇവരുടെ എണ്ണം കുറയുന്നു ഭയങ്കര. ഇപ്പൊ രോഹിത് വെമുലയെ പോലെയുള്ള നേതാക്കന്മാരെ അവര് വളർന്നു വന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. മുഖ്യധാര രാഷ്ട്രീയക്കാർ അവർക്ക് നേരെ പുറംതിരിഞ്ഞപ്പോൾ കനയ്യകുമാർ പിന്നെ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിലെ ആളാണ്. മെയിൻ രാഷ്ട്രീയം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് വേറൊരു രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ അതെ, പുള്ളി അംബേദ്കറെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ഇതിനെ കുറിച്ചും രണ്ടും കൂടി പറഞ്ഞല്ലോ. അവർക്ക് ഒരു ദളിത് പിന്നോക്ക സമുദായങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ, അത് പ്രത്യേകിച്ച് രോഹിത് വെമുലയോടെ തുടങ്ങി വെച്ച് ഇപ്പോൾ ജയന്തിയുടെ ചെയ്യുമ്പോഴും ആ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ഒരു വലിയ ഉയർത്തിനിൽപ്പ് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വം, വൃദ്ധ നേതൃത്വം എന്ന് പറയുന്നില്ല, നേതൃത്വം അത്ര പ്രായം ചെന്നതല്ല, പക്ഷേ ആ നേതൃത്വത്തെ കൂടി വെല്ലുവിളിച്ചും കൊണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ധാരാളം പ്രായമുള്ളവർ കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏത് പാർട്ടിയിലാണെങ്കിലും തീർച്ചയായിട്ടും യുവാക്കൾക്ക് പ്രാധാന്യമുള്ളൊരു സമൂഹമാണ് കേരളത്തിൽ വളർന്നു വരുന്നത്, എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമൂഹത്തിന് അനുയോജ്യമായ ഒരു ഭരണം ഇവിടെ ഉണ്ടാവണമെങ്കിൽ ജനപ്രതിനിധികൾ യുവജനങ്ങളെയും സ്ത്രീകളെയും പ്രതിനിധീകരിക്കുന്നതാവണം. അതാവണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. വട്ടമേശ ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തത് കേരള സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ജയപ്രഭാഷ്, കെ കുഞ്ഞിക്കണ്ണൻ ജന്മഭൂമി റെസിഡൻറ്റ് എഡിറ്റർ, പി ജെയിംസ് കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ, സോണിയ ജോർജ് സാമൂഹ്യ പ്രവർത്തക. നന്ദി, നമസ്കാരം.